അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താ മക്കളെ വിശേഷങ്ങളൊക്കെ സുഖല്ലേ? അപ്പോൾ പുതിയ വീഡിയോ ഒക്കെ ആയിക്കാണ്ട വന്ന് കേട്ടോ. പെരുന്നാൾ പൊലിവൊന്നും വിട്ടിട്ടില്ല. ഇൻഷാ അല്ലാ വൈകുന്നേരമോ അല്ലെങ്കിൽ നാളെ രാവിലെയൊക്കെ ആയിട്ട് വിടണ്ട് ഇൻഷാ അല്ലാ. അപ്പം ഇന്നലെ രാത്രിക്കത്തെ കൊച്ചു വിശേഷങ്ങളും അർജൻറ്റായിട്ട് ഒരു കൊറിയറും കൂടി ഉണ്ടായിന്, അതും കൂടി ഇതിൽ ഉൾപ്പെടുത്താമെന്ന് കരുതിയിട്ട് ഒരുപാട് സന്തോഷം കൊണ്ടാട്ടോ. അപ്പോൾ ഈ കൊല്ലത്തെ ചെറിയ പെരുന്നാളിൻ്റെ ലാസ്റ്റ് കൊറിയറും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് അർജൻറ്റായിട്ട് വന്ന ആ വീഡിയോ എന്തായാലും വിടണം എന്ന് ഞാൻ ആഗ്രഹിച്ചു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ ആ വീഡിയോ വിടുന്നത് കേട്ടോ. മക്കളൊക്കെ ഒരുപാട് സന്തോഷത്തിലാട്ടോ. മെയിലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ് ഷെയ്മോള്. പൊന്നൂസിന് ഒന്ന് എന്തോ ഉണ്ട് കേട്ടോ, എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്, നിലത്തൊന്നും ഇറങ്ങണില്ല. അപ്പോൾ കാക്കുവിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. മിന്നൂസ് ഇങ്ങനെ മെനക്കെട്ട് നടക്കണുണ്ട് കേട്ടോ. ഷെയ്മോൾ എല്ലാവർക്കും മെയിലാഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. റിതു ഫിത്തറരിയൊക്കെ വാങ്ങാൻ പോയിട്ടുണ്ട്, എല്ലാവർക്കും കൊടുക്കണ്ട. 8 ആൾക്ക് കൊടുക്കാണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ എല്ലാവർക്കും കൂടി പാക്ക് ചെയ്യാമെന്ന് പറഞ്ഞുകാണ്ട് ചിരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാക്കണ റിതു വന്നിട്ടുണ്ട്. റിതു സാധനമൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെങ്ങന്മാരെ വെച്ചുകാണ്ട് കുസ്തി കൂടാണ് കേട്ടോ. ഓൻ അങ്ങനെ തന്നെയാണ്. കുറച്ചു നേരമൊക്കെ പുറത്ത് പോയിരുന്നു, ചങ്ങായിമാരപ്പം ആൺകുട്ടിയല്ലേ. അപ്പോൾ കുറച്ചു നേരമൊക്കെ കളിക്കാൻ വിട്ടു കേട്ടോ. പിന്നെ നമ്മളെ ഫിത്തറരിയൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഓനും വിളിച്ചു. അതിൻ്റെ ഇടയിൽ പെങ്ങന്മാരെ വെച്ചിട്ട് കൊത്തുവിടുകയാണ് കേട്ടോ. മെയിലാഞ്ചിട്ടേരണം പറഞ്ഞുകാണ്ട്. അപ്പോൾ ഷെയ്മോള് ഞാൻ മെയിലാഞ്ചിട്ടേര കാക്കു പറഞ്ഞുകാണ്ട് മെയിലാഞ്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇനി അതിൻ്റെ അടിയിൽ കൂടെ ഞങ്ങൾ ഫിത്തറരിയൊക്കെ ഓരിയൊക്കെ. അപ്പം 3-4 പെരുന്നാളൊന്നും വലിയ ആഘോഷമാക്കിക്കാണ്ടൊന്നും ഞങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യത്തെ പെരുന്നാൾ നിങ്ങളൊക്കെ കൂടെയല്ലേ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളൊക്കെ ഞങ്ങളെ മക്കളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. എൻ്റെ മക്കളൊക്കെ നിങ്ങളെ മക്കളെ പോലെ കരുതണോണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫിത്തറരിയൊക്കെ ഓരിയൊക്കെ കേട്ടോ. അപ്പോൾ ലേസം ഉള്ളിയും തക്കാളിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ കാക്കു പറഞ്ഞിരുന്നു കേട്ടോ, ചോറ് ഇവിടെ വെച്ചുണ്ടാക്കണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുന്നത്തെ പ്രാവശ്യമൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. 2-3 മണിക്ക് ഞാൻ എണീറ്റ് ഭക്ഷണം ഉണ്ടാക്കുന്ന പണിയായിരുന്നു. ആവൂല മക്കളെ, ആയി കിട്ടൂല. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ടിൻസ് ബേബിനെ വയറ്റിലില്ലേ. അപ്പോൾ കസാൽമലും സ്റ്റൂളുമലൊക്കെ ഇരുന്ന് ഞാനും കാക്കുമൊക്കെ ഒപ്പിച്ച് കൂട്ടിയൊക്കെയായിരുന്നു കേട്ടോ. ഇൻഷാ അല്ലാ കാക്കു പറഞ്ഞു ഈ പ്രാവശ്യം അതൊന്നും നടക്കൂല, എനിക്ക് പള്ളിക്ക് നേരത്തെ പോകണം, സീറ്റൊന്നും കിട്ടൂല. അപ്പം നീ അതിന് നിൽക്കല്ലേ, ഞാൻ ലേസം ചോറൊക്കെ ഓർഡർ ചെയ്തുതരാം. അപ്പം നമുക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. എനിക്കങ്ങനെ പുറത്തുനിന്ന് ഓർഡർ ചെയ്യണമെന്നും എനിക്ക് ഇവിടെ തന്നെ വെച്ചുണ്ടാക്കിയ മക്കളൊക്കെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണമാണ് ഇഷ്ടം. ഇതുവരെ അങ്ങനെ ഒരു പെരുന്നാളിനും ഓർഡർ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം കാക്കു പറഞ്ഞു എല്ലാം കൂടി നടക്കൂല, എൻ്റെ വീഡിയോസ് എടുക്കലും കുട്ടികളും എനിക്ക് പള്ളിക്ക് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോഴേ. അപ്പോൾ എന്നും ആ ബിരിയാണി എല്ലാം ഉണ്ടാക്കില്ല. ഈ പ്രാവശ്യം നമുക്ക് മന്തി ഉണ്ടാക്കാമെന്ന് പറയുന്നുണ്ട് മക്കളൊക്കെ കേട്ടോ. അപ്പോൾ എനിക്ക് ആ മന്തിയൊന്നും ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ മക്കളെ. യൂട്യൂബിലൊക്കെ കണ്ടുകാണ്ട് മന്തി ഉണ്ടാക്കാൻ ഉത്തർന്നാല്. അപ്പോൾ കാക്കു പറഞ്ഞിട്ട് യൂട്യൂബ് നോക്കിയാണ്ട് മന്തി ഉണ്ടാക്കാൻ നിൽക്കണ്ട, മന്തി ഞാൻ ഇവിടുന്ന് പുറത്തുനിന്ന് ഇവിടെ അങ്ങനെ ഉണ്ടാക്കലുണ്ട് കേട്ടോ, ഓർഡറൊക്കെ ചെയ്ത് കാണ്ട്. അപ്പോൾ അവിടുന്ന് ലേസം കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഒരു 1.5 കിലോനോ 2 കിലോനൊക്കെ കൊണ്ടുവരാം മാഷാ അല്ലാ. അപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടുണ്ട് കേട്ടോ. അപ്പം മക്കൾക്കൊക്കെ ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചെറിയ പെരുന്നാൾ കുറേ കാലത്തിന് ശേഷമാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളൊക്കെ അതിൽ പങ്കാളികളായിരുന്നതിന് വളരെ സന്തോഷമുണ്ട്. എന്താ എനിക്ക് പറയേണ്ടത് എനിക്കറിയില്ല കേട്ടോ, അത്ര സന്തോഷമുണ്ട്. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ചോറ് റെഡിയാക്കി തരാറിഞ്ഞിട്ടുണ്ട്. ഇവിടെ എല്ലാവരും അങ്ങനെ അധികം ഓർഡർ ചെയ്യലുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഓർഡർ ചെയ്യണ്. പക്ഷേ ഇപ്പോഴത്തെ നമ്മളെ സാഹചര്യം കൊണ്ട് വീഡിയോസ് എടുക്കലും എല്ലാം കൂടി നടക്കൂല. അപ്പോൾ പായസം ഞാൻ ഉണ്ടാക്കും കേട്ടോ ഇൻഷാ അല്ലാ. പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരണ്ട് കേട്ടോ. പെരുന്നാൾ പൊലിവൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്, മക്കളെ സന്തോഷം കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മന്തിച്ചോറ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ കൊടുന്നു തരും കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് ഇതിന് നിൽക്കണ്ടല്ലോ. കാക്കു പറയാൻ്റെ ഉള്ളിയും തക്കാളിയൊക്കെ വെട്ടുമ്പോഴത്തേന് ഈ കുട്ടികളൊക്കെ വിളി അയക്കും പറഞ്ഞു. പിന്നെ മക്കളൊക്കെ ഏൽപ്പിക്കണം. അപ്പോൾ ഇത് ഈ പ്രാവശ്യമെങ്കിലും മക്കൾക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുക്കട്ടെ. ഷെയ്മോൾക്കൊക്കെ ഓല മെയിലാഞ്ചി ഇടലൊക്കെ തുടങ്ങിക്കോട്ടെ. വെറുതെ ഓലെടുത്ത് കുട്ടികളെ കൊടുത്താൽ അതൊരു ഇടങ്ങാറ് തന്നെയല്ലേ.
ഫ്രണ്ട്സ് അസ്സലാമലൈക്കും. അപ്പൊ ഇത് കൊടുന്നപ്പോ കടിപൊടി കൂടണ മക്കളെ അത് പൊളിച്ചെടുക്കട്ടെ. അപ്പൊ ഞാൻ ഓരോട് തന്നെ തുറക്കുമ്പോ തന്നെ നമുക്ക് വീഡിയോ ചെയ്യാൻ മറ്റേ തുറന്നു കാണ്ട് പിന്നെ നമ്മള് വീഡിയോ ചെയ്യുമ്പോ ആ കുട്ടികളെ രസം ഉണ്ടാവില്ലല്ലോ. കൊറേ നേരം നമ്മളറിയത് കേട്ടോ. പിന്നെ കോഴിക്കോട് ചേച്ചി എനിക്ക് വിളിച്ചിരുന്നു കേട്ടോ. ചേച്ചിന്റെ പേര് ഞാൻ പറയാം, ബബിത എന്നാട്ടോ ചേച്ചിന്റെ പേര്. കോഴിക്കോട് നിന്നാണ്. ഡീറ്റെയിൽസും കാര്യമൊന്നും പറയണില്ല. അപ്പൊ എന്താ ചേച്ചി വിട്ടതെന്ന് നോക്കട്ടോ. ചേച്ചി മക്കൾ ഒരുപാട് ഇഷ്ടമുള്ള ചേച്ചി തന്നെ എപ്പോഴും എനിക്ക് വാട്സപ്പ് ഒക്കെ ചെയ്യാറുണ്ട്. ഒരുപാട് ഇഷ്ടമാണ് ചേച്ചിക്ക് വീഡിയോസും മക്കളെയൊക്കെ ഇഷ്ടമാണ് എപ്പോഴും പറയലുണ്ട്. അപ്പൊ നമ്മളൊന്ന് തുറന്നു നോക്കാട്ടോ. കുട്ടികള് വന്നിട്ടേ ക്യാമറ അതൊരു പുതുമാതിരി ആട്ടോ. പുതുമാതിരി അറിയണ ഇങ്ങനെ കിട്ടലൊന്നുമില്ല. അപ്പൊ അങ്ങനെ കിട്ടുമ്പോഴേ എന്താ കാട്ടേണ്ടത് അറിയില്ല. അപ്പൊ ഞാൻ ക്യാമറ കുട്ടികളല്ലേ അപ്പൊ അങ്ങനെ പകർത്തിയാൽ നിങ്ങള് എന്തെങ്കിലുമൊക്കെ പറയാ കരുതിയിട്ട് ക്യാമറ ഓഫ് ചെയ്യാലാട്ടോ ഞാന്. അപ്പൊ പറയോ അത് നമ്മളെ ഷെയ്മാക്കാട്ടോ. അപ്പൊ ബബിതേച്ചിന്റെ വക ഇഷ്ടപ്പെട്ടടി. നല്ല ഭംഗിയുണ്ട് കാണാനിട്ട്. കാണിച്ചു കൊടുക്കടി. ഞാൻ അടുത്ത നോക്കട്ടെ കേട്ടോ. അടുത്ത എന്താണ്? അടുത്ത നമ്മളെ നീനുമോൾക്കാണ് കേട്ടോ. അല്ല പൊന്നിന് കേട്ടോ. കാണിച്ചു കൊടുക്ക് അവർക്ക്. അപ്പൊ ബബിതേച്ചി ആ സാധനം കിട്ടിയിരുന്നു. ബബിതേച്ചി ഇന്നലെ രാത്രി വിളിക്കൽ തുടങ്ങിയത് കേട്ടോ. കിട്ടിയ മോളെ ചേച്ചിക്ക് പെൺകുട്ടികളൊന്നുമില്ലല്ലോ, ഒരാൺകുട്ടിയുള്ളൂ എന്ന് പറഞ്ഞപ്പോ ചേച്ചിക്ക് പെൺകുട്ടികളില്ലായിട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഇങ്ങനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേച്ചി അയച്ചെന്നാട്ടോ. ഇതാക്കണ ഇച്ചുമോൾക്ക് ഒരുപാട് സന്തോഷായിട്ടോ. ഇച്ചുമോൾക്ക് ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ടിൻസ് ബേബിയാൾക്ക് അയച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹ് ടിൻസ് ബേബിയാൾക്കില്ലേ. ഓ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതാ പായടാ ബേബിയാക്ക് രണ്ടെണ്ണം ഒരേപോലെ. കാക്കൂന് ഒരുപാട് ഇഷ്ടമാണ്. കാക്കു എപ്പോഴും പറയല് ഷർട്ടും ഉണ്ട് കേട്ടോ. ഈ എന്തായാലും ഇവിടെ ഇപ്പച്ചിക്ക് എത്രയോ വലുത് ഇട്ടിരിക്കുന്നത്. തുണി ഉണ്ട് കേട്ടോ. എനിക്ക് ചുരിദാറിന്റെ ബിറ്റാടാ അത്. ചുരിദാറിന്റെ ബിറ്റ് മൊത്തത്തിൽ അയച്ചിട്ടുണ്ട് ചേച്ചി കേട്ടോ. ഞാൻ ടിൻസ് ബേബിയൊക്കെ റിതുവിന് ഷർട്ട് ശീലി പാന്റും ബാഗ്. മാഷാ അല്ലാഹ് ചേച്ചിയെ എന്താ പറയണ്ട. ഒരുപാട് ആളുകൾ ഇതേപോലെ മെസ്സേജ് വിടലുണ്ട്. മക്കളെ കാര്യങ്ങളും ഒക്കെ അന്വേഷിച്ച് എല്ലാം റെഡിയാക്കി തരലുണ്ട് കേട്ടോ. അതേപോലെ ചേച്ചി ഞാൻ എന്താ പറയണ്ടത് എനിക്കറിയില്ല കേട്ടോ. ഇതിന് ഷർട്ട് ശീലും പാന്റും സ്റ്റൈലടാ. എന്നാ ചേച്ചിനോട് പറയും. ചേച്ചി വിളിച്ചപ്പോ ഓനായിരുന്നു കേട്ടോ ഫോൺ എടുത്തത്. അപ്പൊ ചേച്ചി പറഞ്ഞപ്പോ മനസ്സിലായിട്ടില്ല. ഞാൻ പറഞ്ഞു നമ്മളെ ചേച്ചിയാടാ, കോഴിക്കോടുള്ള ചേച്ചിയാണ്. അപ്പൊ ഇന്ന് ഭയങ്കര സന്തോഷം കേട്ടോ. എന്തെന്നില്ലാത്ത സന്തോഷം. എന്താ അറിയില്ല, മക്കളെങ്ങളൊക്കെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഞാൻ പറയാ എന്താ പറയണ്ടേ അറിയില്ല. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. എങ്ങനെ എനിക്ക് നന്ദി നിങ്ങളോടൊക്കെ പറയണ്ടെന്ന് അറിയില്ല. ഒരുപാട് സ്നേഹം കൊണ്ട് അയച്ചു തന്നായിരിക്കും. നിനക്ക് ഇഷ്ടായടാ? ചുമ്മാന്റെ രസമുണ്ടോ? വളരെ നേരമായിട്ട് ഒരുപാട് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ മക്കൾക്കൊക്കെ. അപ്പൊ നമ്മളെ റിതുവിന് പാന്റ് ഇട്ടിട്ട് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഓനെപ്പോഴും പറയുന്ന എല്ലാവരും മറക്കണുണ്ട്. റിതുവാ എന്തായടാ? എനിക്കുള്ളത് റെഡി ആയില്ലേ? അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. മക്കളെ പോലെ എന്റെ മക്കളെ കണ്ടുകാണ്ട് ഈ പ്രാവശ്യത്തെ പെരുന്നാള് അടിപൊളിയാക്കാൻ നിങ്ങളെ എല്ലാരും
കൂടെ സപ്പോർട്ട് നിന്നതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ 1000 വട്ടം ഞാൻ പറയണു. അടുത്ത പ്രാവശ്യം നമുക്കൊക്കെ ഇഷ്ടമാണല്ലോ അല്ലേ എല്ലാവർക്കും കൊടുക്കാനും ഇരിക്കാനൊക്കെ. അടുത്ത പ്രാവശ്യം എനിക്ക് അങ്ങോട്ട് എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യാനും സഹായിക്കാനും ഒക്കെ ഉള്ള സാമ്പത്തികവും ആരോഗ്യമൊക്കെ തെറ്റ റബ്ബ്. അതിന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യേണ്ടി. ഇൻഷാ അല്ലാഹ് ആമീൻ.